ബോണ്ടി ഉണ്ടാക്കണം. അത് 750 മൈദമാവും 400 പഞ്ചസാരയും 2 കോഴിമുട്ടയും പിന്നെ കുറച്ച് ജീരകം ഏലക്കായും ഒക്കെ പൊടിച്ചത്. അത്രേ ഉള്ളൂ. ഇങ്ങോട്ടിടയില് നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ ബോണ്ടി ഉണ്ടാക്കുന്നതപ്പോൾ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് 400 ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. ആ പഞ്ചസാരയിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിക്കണം കേട്ടോ. 1.5 കപ്പോ ഗ്ലാസ്സോ ഏകദേശം ഈ ഒരു സൈസ് ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കണം. കപ്പായാലും ഈ ഒരു സൈസ് എടുക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പഞ്ചസാര നന്നായി അലിയിച്ച് കിട്ടണം. അപ്പോൾ വെള്ളം അത്യാവശ്യമാണ്. ഇനി ബോണ്ടയ്ക്ക് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും കിട്ടാനായിട്ട് നമ്മൾ ജീരകവും ഏലക്കായാണ് ആഡ് ചെയ്യണത്. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് പൊടിച്ചത്, വേഗം പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. മുട്ട ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ മുട്ട പ്രിഫർ ചെയ്യും കേട്ടോ. കാരണം ഒന്നുകൂടി ഫ്ലഫി ആവാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അത് നന്നായി ഒന്ന് പൊന്തി വരാനും മുട്ട ആവശ്യമാണ്. ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ തീരെ പറ്റില്ലല്ലോ, അവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ മുട്ട ആഡ് ചെയ്തു. 2 മുട്ടയാണ് ഇതിനാവശ്യം. പിന്നെ കളർ പൊടി ഓപ്ഷണലാണ്, പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞങ്ങൾ ചേർത്തിരുന്നു, കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കുറേ ഫാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ പേർക്കൊന്നും കിട്ടിയില്ല, പകുതി പേർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ കുറേ പേര് ഇത് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മാമ്മയുടെ തന്നെ റെസിപ്പിയാണ്. അമ്മാമ്മക്ക് ചെറിയൊരു ചായക്കടയുണ്ട്. അമ്മാമ്മയുടെ ഈ ബോണ്ടാന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡഡ് സാധനമാണ് കേട്ടോ. കാരണം കുറേ ആൾക്കാർ ഇത് അന്വേഷിച്ച് വരാറുണ്ട്. എസ്പെഷ്യലി എൻ്റെ കുറേ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ ഞങ്ങളെ കുറച്ച് റിലേറ്റീവും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുറച്ച് റിലേറ്റീവൊക്കെ കഴിച്ചതിന് ശേഷം അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈദ ആഡ് ചെയ്യാണ്. 750 ഗ്രാം മൈദയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഫൈനൽ. അതായത് ഇതും കൂടി ആഡ് ചെയ്താൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തു. ഇനി ജസ്റ്റ് പൊരിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായി കുഴച്ച് വെച്ച് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നന്നായി ഒന്ന് പൊന്തി വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം വറുത്തെടുക്കുക ആസ് യൂഷ്വൽ നോർമൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതാ ഇഷ്ടം അതിൽ വറുത്തെടുക്കാം കേട്ടോ. നമ്മളിതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ബോണ്ടി ഉണ്ടാക്കുന്നത്. നന്നായി ചെറുതുമല്ല, എന്നാൽ ഒട്ടും ഭയങ്കര വലുതും അല്ലാത്തൊരു രീതി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമുക്കിത് കൊടുക്കാനുണ്ട്. കൊടുക്കുക മാത്രമല്ല ഈ ഒരു ചട്ടിയിൽ വേഗം വെന്ത് കിട്ടാനും ഈ ഒരു വലിപ്പം കറക്റ്റായിരുന്നു. പക്ഷെ അമ്മാമ്മ കടയിൽ വിൽക്കുന്നത് നല്ല ഉണ്ടപ്പ സാധനമാണ് കേട്ടോ. ഇത് ഇപ്പോൾ കണ്ട സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ കൺസിസ്റ്റൻസിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു കുക്കിയുടെ ഒരു ഡോ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. എന്നാൽ വെട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചപ്പാത്തിയുടെ ഒരു പരുവം വേണം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് പൂ പോലെയൊക്കെ വരച്ചിട്ടാണ് കേട്ടോ. ഇഷ്ടമുള്ള ഡിസൈൻ ആക്കാം, ഞങ്ങളിവിടെ പൂ കേക്ക് എന്നും പറയും. അപ്പോൾ അങ്ങനെയാണത് വറുത്ത് കോരിയെടുക്കുന്നത്. സെയിം ഈ ഒരു ബാറ്ററിയിൽ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. കൺസിസ്റ്റൻസി ഒന്ന് വ്യത്യാസമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടൊക്കെ അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്നും ഏകദേശം ഇത്രയായി. നല്ല ക്രിസ്പിയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ. കണ്ടോ വെച്ചാൽ നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം, ഉൾഭാഗം അത്രയും സോഫ്റ്റാണ്. നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്.